ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മനൂഫ്. മക്കളെയാണ് നമ്മുടെ SLC ബയോളജി പരീക്ഷയിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിട്ടാണ് ഇന്ന് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. സംഭവം വേറെ ഒന്നല്ല, നമ്മുടെ ബ്രെയിൻ, മസ്തിഷ്കം അല്ലേ മക്കളെ. ഈ ബ്രെയിൻ അതായത് മസ്തിഷ്കമൊക്കെ വരുന്നത് നമ്മുടെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലല്ലടാ. ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ നെർവസ് സിസ്റ്റം അതായത് നാഡീ വ്യവസ്ഥയെക്കുറിച്ചും അതുപോലെ തന്നെ ന്യൂറോൺ അല്ല നാഡീകോശം ഇതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ മക്കൾ എന്തായാലും ആ വീഡിയോ കാണണം. കാരണം ഈ ചാപ്റ്ററിന് എന്തായാലും നമുക്കൊരു 4-5 മാർക്കിന് ചോദ്യങ്ങൾ വരും. അപ്പോൾ ഏത് ചോദ്യമാണ് വരാൻ നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒന്നുകിൽ ബ്രെയിൻ അല്ലെങ്കിൽ നാഡീകോശം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും മക്കളെല്ലാം പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്ററിലെ കണ്ണും ചെവിയും ഒക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. കണ്ണ് മോഡലിന് വന്നെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വരാക്കാനും പറ്റില്ല, കണ്ണാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായാലും മക്കളെ നമ്മുടെ ബ്രെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്രാവശ്യം ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളത് നാഡീകോശം അല്ലെങ്കിൽ ബ്രെയിൻ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം, കൂടുതൽ ചാൻസ് എന്ന് പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രെയിനെ കുറിച്ച് പഠിക്കാം. ഇപ്പം നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഇതാണ് നമ്മുടെ ബ്രെയിൻ്റെ ഷേപ്പിലെ തലക്കകത്താണ് ഈ സാധനം ഉള്ളത്. വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് അല്ലേ. ഈ ബ്രെയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ് മക്കളെ. ഈ ഒരു റോസ് കളറാണെന്ന് തോന്നുന്നില്ലേ, എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും ഈ വലിയൊരു സാധനം ബ്രെയിൻ്റെ ഏറ്റവും വലിയ പാർട്ടാണ് നിങ്ങളവിടെ കാണുന്നത്. ഇതിൻ്റെ പേരാണ് സെറിബ്രം മച്ചാൻ അല്ലേ. അപ്പോൾ സെറിബ്രാണ് ഏറ്റവും വലിയ പാർട്ട് അല്ലേ. പിന്നെ ഇവിടെ നിങ്ങൾ ഈ യെല്ലോ കളറിൽ കാണുന്ന, യെല്ലോ അല്ലടാ, മഞ്ഞ അല്ലേ, ഈ കളറിൽ കാണുന്ന ഒരു ഇല പോലെ കാണുന്ന ഈ ഒരു ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പാർട്ടാണ് ഈ ബ്രെയിൻ സ്റ്റെം എന്ന് പറഞ്ഞത്. പക്ഷേ ബ്രെയിൻ സ്റ്റെം എന്നല്ല നിങ്ങൾ പഠിക്കുന്നത്. ബ്രെയിൻ സ്റ്റെമ്മിനകത്ത് തന്നെ കുറേ പാർട്സുകളുണ്ട്. അതിലുള്ള മെഡുലോ ഒബ്ലാങ്കേറ്റ എന്ന് പറഞ്ഞൊരു സാധനമാണ് നിങ്ങൾ പഠിക്കുന്നത്. പിന്നെ അത് കൂടാതെ വേറെയും ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ട്, നമുക്ക് അതിലേക്ക് വരാം. അപ്പം മക്കളെ ബ്രെയിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടേ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ എങ്ങനെയെന്ന് വിചാരിച്ചാൽ ബ്രെയിൻ്റെ ഒരു സ്ട്രക്ചർ, ഒരു ഡയഗ്രാം തന്നിട്ട് അതിൽ നിങ്ങൾക്ക് ABC എന്നൊക്കെ പറഞ്ഞാണ്ട് കുറേ പാർട്ടുകൾ അടയാളപ്പെടുത്തും. ആ പാർട്ടുകൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുണ്ടാവും. അതില്ലെങ്കിൽ ബ്രെയിൻ്റെ ഓരോ പാർട്ടിനെ, ഇപ്പോൾ സെറിബ്രത്തിൻ്റെയോ സെറിബെല്ലത്തിൻ്റെയോ മെഡുലോ ഒബ്ലാങ്കേറ്റയുടെയോ ഏതിൻ്റെയൊക്കെ ഫംഗ്ഷൻസ് തന്നുകാണ്ട് ആ ഫംഗ്ഷൻസ് ഉള്ള ഭാഗം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അത് കൃത്യമായിട്ട് നമ്മുടെ ഡയഗ്രാം വരച്ചിട്ട് അതിൽ അടയാളപ്പെടുത്താനൊക്കെയാണ് മക്കൾക്ക് വരിക. അപ്പോൾ ആ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മക്കളെ ഫുൾ സെറ്റാണ് 4 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ വെരി സെറ്റാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം മക്കളെ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ബ്രെയിൻ്റെ പാർട്ട്. മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം കണ്ട് ഞാൻ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കണ്ട് ഒരു ലേഔട്ട് ആക്കിയിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്രെയിൻ്റെ പാർട്സുകളൊക്കെ ഒന്ന് തിരിക്കാം. ഓക്കെ. അപ്പോൾ മക്കളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വലിയ പാർട്ട് ബ്രെയിൻ്റെ ഈ ഔട്ടർ ലെയർ ആയിട്ടുള്ള ഈ വലിയ പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഇതാണ് നമ്മുടെ സെറിബ്രം അല്ലേ. ഞാനിപ്പോൾ ഈ ഒരു A എന്നിട്ടിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് സെറിബ്രം. ഇതൊക്കെ സെറിബ്രം തന്നെയാണ് കേട്ടോ, ഇതൊക്കെ സെറിബ്രാണ്. സോ മനസ്സിലാക്കുക, ഏറ്റവും വലിയ ബ്രെയിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് നമ്മുടെ സെറിബ്രം എന്ന് മനസ്സിലാക്കി വെക്കുക. അത്രയെങ്കിലും ഇപ്പം മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ഫംഗ്ഷൻസിലേക്കൊക്കെ നമുക്ക് കിടക്കാം. ഇനി ഈ സെറിബ്രത്തിൻ്റെ നേരെ താഴെയായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ഇല പോലെ കണ്ടുകൂടെ, ഒരു നല്ല 2 പെറ്റൽസ് ഒക്കെ ആയിട്ടില്ലേ, 2 ദളങ്ങളോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ആലില വരച്ച പോലെ, എന്ത് ഭംഗിയാണല്ലേ. ഓക്കെ, ഈ സാധനമാണ് മക്കളെ നമ്മുടെ സെറിബെല്ലം അല്ലേ. അപ്പോൾ ഈ നമ്മുടെ സെറിബ്രത്തിൻ്റെ നേരെ താഴെയായിട്ടാണ് സെറിബെല്ലം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. ഈ ഇല മറക്കണ്ട, ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ മക്കളെ നമ്മുടെ ഈ സെറിബ്രത്തിൻ്റെ നേരെ അടിയിലായിട്ട് ബ്രെയിൻ്റെ ഏകദേശം സെന്ററിൽ, ഇതൊന്നും കൃത്യമല്ല എന്നാൽ നിങ്ങൾ ഏകദേശം മനസ്സിലാക്കിയത്, ബ്രെയിൻ്റെ ഏകദേശം സെന്ററിൽ ഈ ഒരു വൈറ്റ് മാറ്ററിനൊക്കെ നേരെ അടിയിലേക്കായിട്ട് വന്നു കഴിഞ്ഞാൽ സെൻട്രലായിട്ട് കാണുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ തലാമസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സെൻട്രലുള്ളത് ഏതാണ്, തലാമസ്. അപ്പോൾ നമ്മൾ 3 പഠിച്ചു, ശ്രദ്ധിച്ചോ. ഏറ്റവും പുറത്തുള്ളത് സെറിബ്രം, അതേപോലെ തന്നെ ഇല പോലെ കാണുന്ന ഈ ഒരു സെറിബ്രത്തിന്റെ താഴെയുള്ളത് സെറിബെല്ലം, പിന്നെ സെന്ററിൽ കാണുന്നത് തലാമസ്. ഇനി തലാമസിന്റെ തൊട്ട് താഴെ കണ്ടോ ഈ ഒരു ഭാഗം, തലാമസിന്റെ തൊട്ട് താഴെ, നിങ്ങൾ അങ്ങനെ കൃത്യമാവണമെന്നില്ല, തലാമസിന്റെ അടിയിലായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അവിടെയാണ് ഹൈപ്പോ തലാമസ്, തലാമസിന്റെ അനിയനാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ തലാമസിന്റെ അടിയിൽ തലാമസിന്റെ അനിയൻകുട്ടൻ ഹൈപ്പോ തലാമസ്. ഇത്രയും മനസ്സിലാക്കുക. നമ്മുടെ സെറിബ്രം ഇങ്ങനെ വരില്ലടാ, കറങ്ങി ഇതൊക്കെ സെറിബ്രത്തിന്റെ ഭാഗമാണ് അല്ലേ. സെറിബ്രത്തിന്റെ ഏറ്റവും അടിയിലായിട്ട് ഇവിടെ നമുക്കൊരു വീപ്പക്കുറ്റി പോലത്തെ ഒരു റാഡ് പോലത്തെ ഒരു സാധനം കണ്ടില്ലേ, ഈ ഒരു ഏരിയ ആണ് നമ്മുടെ മെഡുലോ ഒബ്ലാങ്കേറ്റ. പക്ഷെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മെഡുലോ ഒബ്ലാങ്കേറ്റ ഈ ഒരു ഭാഗത്താണ്. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഭാഗത്തൊക്കെ തരും, ഇവിടെ അടയാളപ്പെടുത്തി തരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയൊക്കെ വേറെ പാർട്സ് ആണ്, ഒന്നും നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനില്ല. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ ഈ വീപ്പക്കുറ്റിയിൽ എവിടെ എന്ത് അടയാളപ്പെടുത്തി വന്നാലും നിങ്ങൾ മെഡുലോ ഒബ്ലാങ്കേറ്റ അങ്ങോട്ട് മാർക്ക് ചെയ്താൽ മതി. അതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ അത്രയും പഠിക്കാനുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ ഹയർ സെക്കൻഡറിയിലൊക്കെ പോകുമ്പോൾ അന്നേരം പഠിച്ചോളൂ. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഇവിടെ നമ്മുടെ ഏതിൻ്റെ ഇടയിൽ, നമ്മുടെ സെറിബെല്ലത്തിൻ്റെയും അതേപോലെ തന്നെ സെറിബ്രത്തിൻ്റെയൊക്കെ താഴെയായിട്ട് നമുക്ക് കാണുന്ന ആ റാഡ് പോലത്തെ ഭാഗത്താണ് നമ്മുടെ മെഡുലോ ഒബ്ലാങ്കേറ്റ. അപ്പോൾ മക്കളെ നമ്മൾ എത്ര പാർട്ടുകൾ പഠിച്ചിടാം മെയിനായിട്ട്, ഇതാ സെറിബ്രം, സെറിബ്രാണെന്ന് മൊത്തം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സെറിബെല്ലം, തലാമസ്, ഹൈപ്പോ തലാമസ്, മെഡുലോ ഒബ്ലാങ്കേറ്റ, മൊത്തം 5 പാർട്ട്. ഈ 5 പാർട്ട് പഠിച്ചാൽ മക്കളെ നിങ്ങൾക്ക് 4 മാർക്ക് സെറ്റാണ് കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് ഇതിൽ ഓരോന്നിനെയും ഫംഗ്ഷൻ നോക്കല്ലേ. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ മക്കളെ ലൈക്ക് അടിക്കട്ടോ. അപ്പോൾ മക്കളെ നമുക്ക് ഇനി ഓരോ പാർട്ടായിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ബ്രെയിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ്
മോസ്റ്റ് ലെയർ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും വലിയ ലാർജസ്റ്റ് പാർട്ടാണ് നമ്മുടെ സെറിബ്രം എന്ന് പഠിച്ചു. അപ്പോൾ സെറിബ്രത്തിന്റെ പ്രത്യേകതകളും അതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് ആദ്യം ഒന്ന് പഠിക്കട്ടോ. സെറിബ്രം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. സോ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ മലയാളം മീഡിയത്തിന്റെ രണ്ടുപേരുടെ നോട്ടുണ്ട്, ശ്രദ്ധിച്ചോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ തന്നെ ഉണ്ട്, ടെക്സ്റ്റ് നോക്കി പഠിച്ചാലും മതി. ശ്രദ്ധിക്കുന്നത് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, ബ്രെയിൻ്റെ ഏറ്റവും വലിയ പാർട്ടാണ്. ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് കേട്ടോ. നിങ്ങൾ ഈ ഫീച്ചേഴ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം. പക്ഷേ നിങ്ങൾ മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടത് ഇതിന്റെ ഫംഗ്ഷൻസ് ആണ്. ഫംഗ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരിക, എന്നിട്ട് ആ ഫംഗ്ഷൻ ഏത് പാർട്ടാണെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരിക. അപ്പോൾ ഫംഗ്ഷൻസ് എന്തായാലും ഓർത്ത് വെക്കണേ. അടുത്തത് ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾസ് ആർ സീൻ. ഒരുപാട് ചുളിവുകളും മടക്കുകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഫുട്ബോളിന്റെ നെറ്റൊക്കെ പോലെ ഇങ്ങനെ ഒരുപാട് ചുളിവും മടക്കൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ ചുളിവുകളും മടക്കുകളൊക്കെ അവിടെ കാണപ്പെടുന്നുണ്ട്. അത് നമുക്ക് സെറിബ്രത്തിലും സെറിബെല്ലത്തിലും കാണും കേട്ടോ. ഇനി അടുത്തെന്താ, ദ ഗ്രേ കളേർഡ് ഔട്ടർ പാർട്ട് ഓഫ് ദ സെറിബ്രം ഈസ് കോൾഡ് കോട്ടക്സ് ആൻഡ് വൈറ്റ് കളേർഡ് ഇന്നർ പാർട്ട് ഈസ് കോൾഡ് മെഡുല. അതായത് നമ്മുടെ സെറിബ്രത്തിന് രണ്ട് പാർട്ടുകളുണ്ട്, കോട്ടക്സ് മെഡുല. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അതിൽ കോട്ടക്സ് എന്ന് പറഞ്ഞാൽ ഗ്രേ കളറാണ്, അതുപോലെ മെഡുല എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറാണ്. അതങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ഇതിന്റെ ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. സെന്റർ ഓഫ് തോട്ട്, ഇന്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. അതായത് ഇതിന്റെ മലയാളത്തോടെ പറയുന്നുണ്ട് ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന. അതായത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ എല്ലാ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നത് മക്കളെ സെറിബ്രത്തിലാണ്. അപ്പോൾ സെറിബ്രം ഇല്ലെങ്കിൽ നമ്മൾ ഇന്റലക്ച്വലി വീക്ക് ആവുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത ഐച്ഛിക ചലനങ്ങൾ, അതായത് നമ്മൾ പറഞ്ഞിട്ട് വോളണ്ടറി ആക്ഷൻസ് എന്ന് പറയും. എന്താ മക്കളെ ഈ വോളണ്ടറി മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഐച്ഛിക ചലനം എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന കുറേ ആക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഈ കൈ ഇങ്ങോട്ട് പൊക്കണമെങ്കിൽ അത് ഞാൻ തീരുമാനിക്കുന്നതാണ് അല്ലേ. അതേപോലെ എനിക്ക് ഇവിടുന്ന് നടന്നു പോകണമെങ്കിൽ അത് ഞാൻ തീരുമാനിക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ ഇഷ്ടത്തോട് കൂടിയിട്ട് ചെയ്യുന്ന, നമ്മൾ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ഐച്ഛികം. ഐച്ഛികം എന്ന് പറഞ്ഞാൽ തന്നെ ഇഷ്ടം എന്നാണല്ലോ അല്ലേ. അപ്പോൾ ഐച്ഛിക ചലനങ്ങളായാലും വോളണ്ടറി മൂവ്മെന്റ്സ്. എന്നാൽ വേറെ ചില കാര്യങ്ങളുണ്ട്, ചലനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന വേറെ ചില മൂവ്മെന്റ്സ് ഉണ്ട്. അത് നമ്മൾ വിചാരിച്ചാലും വിചാരിച്ചില്ലെങ്കിലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാതെ സ്റ്റോപ്പ് ആവും ചെയ്യും. ഉദാഹരണത്തിന് നമ്മുടെ ഹാർട്ട് ബീറ്റ് അല്ലേ. ഹാർട്ട് ബീറ്റ് നമ്മൾ ഹാർട്ടിനോട് പറയാണ് കുറച്ച് നേരം ഒന്ന്, കുറേ നേരമുള്ള പണിയിൽ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കപ്പൽ മയ്യത്തു അല്ലേ. അപ്പോൾ അതൊന്നും നമുക്ക് നടക്കുന്ന കാര്യമില്ല. അതേപോലെ തന്നെ ബ്രീത്തിങ്, ഡൈജഷൻ, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലേ, ദഹനമൊക്കെ പോലുള്ള സാധനങ്ങൾ, ശ്വസനമൊക്കെ, ഇതൊന്നും നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി നടന്ന് കൃത്യമായിട്ട് നമ്മുടെ ശരീരം അതിനാവശ്യമുള്ള സമയത്ത് ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുന്ന സാധനമാണ്. അതിനെയാണ് നമ്മൾ അനൈച്ഛിക ചലനം അല്ലെങ്കിൽ ഇൻവോളണ്ടറി ആക്ഷൻസ് പറയാം. എന്തായാലും അത് ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല, സെറിബ്രത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഐച്ഛിക ചലനം അഥവാ വോളണ്ടറി ആക്ഷൻസ് ആണ്. ഇത് മാറിപ്പോകരുത്. അനൈച്ഛിക ചലനം അല്ലെങ്കിൽ ഇൻവോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് മെഡുലോ ഒബ്ലാങ്കറ്റയാണ്. അത് അതെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി അതുപോലെ ഒരു ഫംഗ്ഷനും കൂടി നമ്മുടെ സെറിബ്രമാമന് എന്താ, ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു. അതായത് ഇവോക്ക് സെൻസേഷൻസ്, അതായത് നമുക്ക് കാണാനും അതുപോലെ തന്നെ കേൾക്കാനും പിന്നെ രുചി അറിയാൻ, അതുപോലെ തന്നെ സ്പർശസുഖം അറിയാൻ, ഇങ്ങനെ പലതരത്തിലുള്ള സെൻസ് അല്ലേ, അതായത് ഇന്ദ്രിയാനുഭവങ്ങളുണ്ട്. ഇതിനൊക്കെ നമുക്ക് ഓരോ അവയവങ്ങൾ, ഓർഗൻസ് ഉണ്ട് അല്ലേ. കാണാൻ കണ്ണുണ്ട്, കേൾക്കാൻ ചെവിയുണ്ട്, സംസാരിക്കാൻ നാക്കുണ്ട്, ഇങ്ങനെ പലതുണ്ട്, തൊട്ടറിയാൻ സ്കിന്നിൻ്റെ ഒക്കെ ഉണ്ട്. നമുക്ക് 5 സെൻസ് ഓർഗൻസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ സെൻസ് ഓർഗൻസ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. കണ്ണുണ്ടായാൽ പോരാ, കാണണമെന്ന് പറഞ്ഞ മാതിരി ഈ ഓർഗൻസ് ഒക്കെ അതിൻ്റെതായ പണി കൃത്യമായിട്ട് എടുക്കണമെങ്കിൽ ആരുകൂടി വേണം, നമ്മുടെ സെറിബ്രം കൂടി വർക്ക് ചെയ്യണം. കാരണം അവിടെ നിന്ന് ഉദ്ദീപനങ്ങൾ ഈ സെറിബ്രത്തിൽ എത്തിയിട്ട് ഇവന്മാർ, അതായത് ആവേഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഈ എന്താ പറയുക ഇമ്പൾസ് എന്ന് പറയില്ലേ, ഈ നമ്മുടെ സെറിബ്രം കൊടുക്കുന്ന കമാൻഡിനനുസരിച്ചാണ് അല്ലെങ്കിൽ സെറിബ്രം ഐഡന്റിഫൈ ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് കാഴ്ചയുടെയും കേൾവിയുടെയും സ്മെല്ലിൻ്റെ ഒക്കെ അനുഭവങ്ങൾ നമുക്ക് കിട്ടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ദ്രിയാനുഭവങ്ങൾ നമുക്ക് കിട്ടുന്നതിനും ആരാ സഹായിക്കുന്നത്, സെറിബ്രമാണ്. അപ്പോൾ സെറിബ്രത്തിന് 3 ഫംഗ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഈ 3 ഫംഗ്ഷൻസ് മക്കൾ നിർബന്ധമായിട്ടും പഠിക്കണം. നിങ്ങൾക്ക് എന്തായാലും നാളെ ബ്രെയിൻസ് വരികയാണെങ്കിൽ, അതായത് നമ്മുടെ മസ്തിഷ്കം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ 100% ഉറപ്പാണ് സെറിബ്രത്തിന് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ അതിൽ വരും, അത് നിങ്ങൾക്ക് എഴുതേണ്ടി വരും. അപ്പോൾ 3 എണ്ണമാണ് നിങ്ങൾ പഠിച്ചേക്കേണ്ടി. ഒന്ന് നമ്മുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ചിന്താ, ബുദ്ധി, ഓർമ്മ, അതായത് ഇന്റലക്ച്വൽ, പിന്നെ അതേപോലെ തന്നെ തോട്ട്സ്, അതേപോലെ തന്നെ നമ്മുടെ മെമ്മറി, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മുടെ വോളണ്ടറി ആക്ഷൻസ്, ഐച്ഛിക ചലനങ്ങൾ, മറ്റൊന്ന് ഇന്ദ്രിയാനുഭവങ്ങൾ, ഇവോക്ക് സെൻസേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സെറിബ്രം സെറ്റായി മക്കളെ. അടുത്ത മക്കളെ നമ്മുടെ തലാമസ് ആണ്. തലാമസ് ചേട്ടൻ നമ്മൾ നേരത്തെ പറഞ്ഞു സെറിബ്രത്തിന്റെ നേരെ അടിയിൽ, അതായത് നമ്മുടെ സെൻട്രൽ, ഓർമ്മയില്ലേ, ബ്രെയിൻ്റെ ഏകദേശം സെൻട്രൽ ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അതായത് സിറ്റുവേറ്റഡ് ബിലോ ദ സെറിബ്രം, സെറിബ്രത്തിന്റെ നേരെ അടിയിലാണെന്ന് പറയാം. ഇനി ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, ഇതെപ്പോഴും നിങ്ങൾ ഓർക്കണം. ഈ റിലേ സ്റ്റേഷൻ എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് മീഡിയക്കാർ ഓർത്തു വെച്ചാൽ മതി. മലയാളത്തിലാണെങ്കിൽ ആവേഗ പുനർപ്രസരണ കേന്ദ്രം എന്ന് ഓർത്തു വെക്കുക. ഇതാണ് നിങ്ങൾക്ക് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ എന്തിന്റെ റിലേ സ്റ്റേഷൻ ആണ്? സോ അവിടെ നോക്ക്, ഫോർ ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം, അതായത് സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനർപ്രസരണ കേന്ദ്രമാണെന്ന്. സംഭവം എന്ന് വെച്ചാൽ ഇയാൾ ഒരു പാറാവുകാരൻ അല്ലെങ്കിൽ ഒരു ഗൂർക്കൻ്റെ മാതിരിയാണ്. എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ സെറിബ്രത്തിലേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഒരുവിധം നമ്മുടെ എല്ലാ ആവേഗങ്ങളും ഇമ്പൾസുകളും സെറിബ്രത്തിലേക്ക് എത്തിച്ചിട്ട് സെറിബ്രത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പല അനുഭൂതികളും അനുഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. പക്ഷേ എല്ലാം ഒന്നും നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല. നമുക്ക് കിട്ടുന്ന എല്ലാ ആവേഗങ്ങളും, എല്ലാ ഇമ്പൾസുകളും നമുക്ക് ആവശ്യമില്ല. ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് ഇമ്പൾസുകളാണ് നമ്മുടെ ഈ ഒരു സെറിബ്രത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടി സെറിബ്രത്തിലേക്ക് അങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വട്ടായി പോകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ആവശ്യമുള്ളവയെ മാത്രം സ്വീകരിച്ചിട്ട് ബാക്കിയുള്ളതിനെ അവിടെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ റിലേ സ്റ്റേഷനായിട്ട് ഒരു പ്രൊട്ടക്ഷൻ എന്ന പോലെയാണ്, സെറിബ്രത്തിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന പോലെ ഒരു റിലേ സ്റ്റേഷൻ ഫിൽട്ടർ ചെയ്യാന്നൊക്കെ പറയും. നമ്മൾ ചായ ഉണ്ടാക്കുന്ന സമയത്ത്
ചായപ്പൊടി ധരിച്ച് ഒഴിവാക്കാൻ വേണ്ടി ധരിപ്പോക്കൂലേ, അതേമാതിരി ഇവിടേക്ക് വരുന്ന ഇമ്പൾസസ് അവയങ്ങളെ ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതാണ് റിലേ സ്റ്റേഷൻ എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ, ആവേശ പുനഃപ്രസരണ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് നേരം അവയങ്ങളൊക്കെ ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് നമ്മൾ ഈ സിനിമക്കൊക്കെ സെൻസറിങ് ഒക്കെ നടത്തൂലേ, അതേമാതിരി ചെയ്തിട്ട് ആവശ്യമുള്ളതിനെ മാത്രം കടത്തി വിടുന്ന ആളാണ് നമ്മുടെ എന്തെന്ന് ഉദ്ദേശിച്ചാൽ ഈ തലാമസ് എന്ന് ഉദ്ദേശിച്ചാൽ ഇവിടെ പറയുന്നുണ്ട് അനലൈസസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തുള്ള ഇമ്പൾസുകൾ അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് സെൻസ് ദ ഇമ്പോർട്ടന്റ് വൺസ് ടു ദ സെറിബ്രം. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടതിനെ മാത്രമായിട്ട് സെറിബ്രത്തിലേക്ക് അയക്കുകയാണ് മൂപ്പരുടെ പണി. അപ്പോൾ ഓക്കെ അല്ലേ, നമ്മുടെ തലാമസിന്റെ പണി മനസ്സിലായല്ലോ. കാവൽക്കാരൻ ഓർത്താൽ മതിട്ടോ, ഗൂർഖ പണിയാണ് ചെയ്യുന്നത്. അപ്പോൾ മക്കളെ അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ തലാമസിന്റെ അനിയമ്പാവയാണ് ഹൈപ്പോ തലാമസ്. ഹൈപ്പോ തലാമസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മക്കളെ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, തലാമസിന്റെ തൊട്ട് താഴെയല്ലേ. ഓക്കെ, അപ്പോൾ ഇതാ പറയുന്നു സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദ തലാമസ്. തലാമസിന്റെ തൊട്ട് താഴെയാണ്. ഇനി ഇയാൾക്കൊരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. എന്താണ്? പ്ലേസ് എ മേജർ റോൾ ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ഹോമിയോസ്റ്റാറ്റിക്സ് അല്ലേ, അതായത് നമ്മുടെ ആന്തര സമസ്ഥിതി എന്ന് പറയും, അതിന്റെ പരിപാലനത്തിന് സഹായിക്കുന്നു. അപ്പോൾ എന്താ ഈ ഹോമിയോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ ആന്തര സമസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം വേറെ ഒന്നല്ല, ഒരു ക്ലീനിങ് വർക്കാണ്. മൂപ്പര് ഒരു വേലക്കാരനല്ല, നമ്മളെന്താ പറയുക, ഒരു സീപ്പറാണെന്ന് ഓർത്താൽ മതി, ഒരു അടിച്ചുവാരനെ ക്ലീൻ ചെയ്യുന്ന ആളാണെന്ന് ഓർത്താൽ മതി. അടിച്ചുവാരുന്ന ആളല്ല, അത് ക്ലീൻ ചെയ്യുന്നതിന്റെ സൂപ്പർവൈസർ ആണെന്ന് ഓർത്താൽ മതി കേട്ടോ. സംഭവം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരുപാട് വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ കടന്നുകൂടാറുണ്ട്. നമ്മുടെ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ പുറന്തള്ളാൻ നമ്മുടെ ശരീരത്തിൽ പല മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ സ്കിൻ തന്നെ, ഇപ്പോൾ കണ്ടില്ലേ വിയർപ്പൊക്കെ ആയിട്ട് നമ്മുടെ സ്കിൻ എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ നമ്മുടെ വേസ്റ്റ് പാർട്ടിക്കിൾസിനെ പുറത്തേക്ക് തള്ളുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കിഡ്നി അല്ലേ, കിഡ്നി എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിൽ ഫിൽട്ടർ ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ പല വേസ്റ്റുകളെയും പുറം തള്ളുന്നുണ്ട്. പിന്നെ ലിവർ, കരളേ അല്ലേ, ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫിൽറ്ററിങ് സംവിധാനമാണ്. പിന്നെ ലങ്സ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിലെ വേസ്റ്റുകൾ ഒഴിവാക്കാൻ വേണ്ടി ഒരുപാട് ഓർഗൻസ് ഉണ്ട്, ഒരുപാട് അവയവങ്ങളുണ്ട്. ഇവന്മാരെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തണ്ടേ, കാരണം ഇവന്മാർ കൃത്യമായ സമയത്ത് പണിയെടുത്താലല്ലേ നമ്മുടെ ശരീരത്തിൽ വേസ്റ്റ് ഒന്നും ഇല്ലാതെ ഫ്രഷ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഇവന്മാരൊക്കെ കൺട്രോൾ ചെയ്യാന്നുള്ള പണിയാണ് ആർക്ക്, ഹൈപ്പോ തലാമസിനുണ്ട്. അപ്പോൾ ആളൊരു ഇത്തിരി കുഞ്ഞാണെങ്കിലും വലിയ പണിയുണ്ട് കേട്ടോ, മൂപ്പരില്ലെങ്കിൽ ശരീരം മൊത്തം കേടാവും അല്ലേ. അപ്പോൾ എന്തായാലും മക്കളെ ഇതാണ് ഇതിന്റെ ഫംഗ്ഷൻ. അപ്പോൾ മക്കൾ ഈ ഒരു ഫംഗ്ഷൻ മാത്രം പഠിച്ചാൽ മതി, മറ്റേ വേറെ ചാപ്റ്ററിൽ ക്ലീനിങ് സിസ്റ്റം ഒക്കെ നിങ്ങൾ വേറെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഹോമിയോസ്റ്റാറ്റിസ് അതായത് ആന്തര സമസ്ഥിതി എന്നുള്ള വാക്ക് മാത്രം മക്കൾ ഓർത്താൽ മതി. അതാരുമായി ബന്ധപ്പെട്ടതാ, ഹൈപ്പോ തലാമസുമായിട്ട് ബന്ധപ്പെട്ടതാ. അപ്പം തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. മക്കളെ അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ആ ആലില പോലുള്ള പാർട്ടി ഏതാണ്, സെറിബെല്ലം അല്ലേ. അപ്പോൾ ആ സെറിബെല്ലം നമുക്കറിയാം മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ്. സെറിബ്രം കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ലാർജസ്റ്റ്, അടുത്ത വലുതാണ് നമ്മുടെ സെറിബെല്ലം. സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ സെറിബ്രത്തിന് താഴെ രണ്ട് ദളങ്ങളായിട്ടാണ് ഇതിന്റെ പ്രത്യേകത അല്ലേ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഇല പോലെ രണ്ട് ദളങ്ങളിലെ രണ്ട് പെറ്റൽസ് ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഇതിനും അതേപോലെ തന്നെ നമ്മുടെ സെറിബ്രത്തിനെ പോലെ തന്നെ ഒരുപാട് ചുളിവുകളും മടക്കുകളും ചാലുകളൊക്കെ ഉണ്ട്. ഇനി പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കുക, ബാലൻസിങ്, ബോഡിയുടെ ബാലൻസിങ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. അതേപോലെ തന്നെ മനസ്സിലാക്കുക, മസിൽസ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്താൽ മതി ആരെ, സെറിബെല്ലത്തിനെ, മസിൽമാൻ ആണ് അല്ലേ. സോ അവിടെ നോക്കി, കോർഡിനേറ്റ്സ് മസ്കുലാർ ആക്ടിവിറ്റീസ്, നമ്മുടെ പേശികൾ മസിലുകൾ ഉപയോഗിച്ചുള്ള നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുക. അതേപോലെ തന്നെ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി, ശരീരത്തിന്റെ തുലന നില പാലിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പാലിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ തുലനനില എന്നൊക്കെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ നല്ല ബാലൻസ് ചെയ്ത് നിൽക്കണം, എന്തുകൊണ്ടാ, എൻ്റെ സെറിബെല്ലം നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാ. നേരെ മറിച്ച് ഞാൻ എന്തെങ്കിലും ഒരു ഡ്രഗ്സ് ഒക്കെ അടിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഞാനിവിടെ കുത്തിരുന്ന് കണ്ട് ഇങ്ങനെ ആടാൻ തുടങ്ങും അല്ലേ. അതല്ലെങ്കിൽ നമുക്കറിയാം ചില ആൾക്കാർ നടന്നു പോകുമ്പോൾ പാമ്പ് എന്നൊക്കെ നമ്മൾ വിളിക്കലുണ്ട്. എന്തുകൊണ്ടാണ്, പാമ്പായതുകൊണ്ടാണ്. കാരണം എന്തെങ്കിലുമൊക്കെ അടിച്ച് കയറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. ഉപയോഗിച്ച് കഴിഞ്ഞാൽ മോനായി സെറിബെല്ലാണ് ആദ്യം തീർന്നു പോവുക, പിന്നെ നിങ്ങൾ കംപ്ലീറ്റ് തീരും. ഓക്കെ, അപ്പോൾ എന്തായാലും അതോടുകൂടി സെറിബെല്ലത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ബോഡി ബാലൻസ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ആറ്റിലോ തോട്ടിലോ വല്ല വണ്ടീൻ്റെ മുല്ല പാണ്ടിലോറിൻ്റെ മുല്ലൊക്കെ പെട്ടാൽ തവളൻ്റെ അവസ്ഥ ഔട്ടാ, തീർന്നു പോകും. അപ്പോൾ എന്തായാലും മക്കൾ മനസ്സിലാക്കുക, നമ്മുടെ ബോഡി ബാലൻസിങ് ആദ്യം ബാധിക്കുക ആരെയാ, സെറിബെല്ലത്തിനെയാണ്. സെറിബെല്ലാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് മെഡുല ഒബ്ലാങ്കറ്റ, ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ്, ഏറ്റവും ശ്രദ്ധിക്കേണ്ട സാധനമാണ്. കാരണം തലയോട്ടിക്ക് കുറച്ച് താഴത്തൊക്കെ ആയതുകൊണ്ട്, വലിയ ഉറപ്പില്ലാത്ത ഭാഗത്തായതുകൊണ്ട് ഇതിലൊക്കെ ചെറിയ പ്രഹരമേറ്റാൽ ബുദ്ധിമുട്ടാണ് അല്ലേ. സോ നോക്ക് മക്കളെ, മെഡുല ഒബ്ലാങ്കറ്റ എന്ന് പറഞ്ഞ സാധനം നമ്മൾ പറഞ്ഞു, ദ റോഡ് ഷേപ്പ്ഡ് മെഡുല ഒബ്ലാങ്കറ്റ, ഒരു റോഡ് പോലെയാണ്. ഇത് കണ്ടില്ല നിങ്ങൾ, നേരത്തെ ഒരു ദണ്ട് പോലെയാണ് കാണുന്നത്. ഈ സീൻ ബിലോ ദ സെറിബ്രം, നമ്മുടെ സെറിബ്രത്തിന്റെ താഴത്താണ്. അതേപോലെ ലൊക്കേറ്റഡ് നിയർ ദ സെറിബെല്ലം, നേരത്തെ ഞാൻ കാണിച്ചു തന്നു, സെറിബെല്ലത്തിന്റെ അടുത്താണ്. അതേപോലെ തന്നെ സെറിബ്രത്തിന്റെ നേരെ താഴെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ഒരു റോഡിലേക്കാണ്. ആ ഷേപ്പ് ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞു ഇൻവോളണ്ടറി ആക്ഷൻസ്, അതായത് അനൈച്ഛിക പ്രവർത്തനങ്ങൾ, നമ്മൾ വിചാരിക്കാതെ നടക്കുന്ന ഹാർട്ട് ബീറ്റ്, ഡൈജഷൻ, റെസ്പിറേഷൻ, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ വിചാരിക്കാതെ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ചില സാധനങ്ങളുണ്ട് അല്ലേ. നമ്മളല്ല പ്ലാൻ ചെയ്യുന്നത്, അതൊക്കെ ചില ആളുകൾ പ്ലാൻ ചെയ്തുപോലെ നടക്കും, നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഇങ്ങനെയുള്ള ഈ ആക്ടിവിറ്റീസിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്, മെഡുല ഒബ്ലാങ്കറ്റ. അപ്പോൾ അതിനെന്തെങ്കിലും ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് അവിടെ നിൽക്കും, റെസ്പിറേഷൻ ലെവൽ അവിടെ നിൽക്കും, അങ്ങനെ നമ്മൾ തട്ടിപ്പോകും അല്ലേ. അപ്പോൾ
അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, അനൈശ്ചിക പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള അനൈശ്ചിക പ്രവർത്തനങ്ങളെ, അതായത് നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, ഇൻവോളണ്ടറി ആക്ഷൻസ് അല്ലെങ്കിൽ അനൈശ്ചിക പ്രവർത്തനങ്ങൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം മക്കൾ മനസ്സിലാക്കുക അത് മെഡുലോ ബ്ലാങ്കറ്റുമായി ബന്ധപ്പെട്ടതാണ്, അതിൻ്റെ ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ മക്കളെ ഇത്ര കാര്യമുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞ ഈ 5 ഫംഗ്ഷൻസ് മക്കളൊന്ന് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട ഹബീബി, നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്താൽ കഴിയും. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി, നമുക്ക് പ്രീവിയസ് ഇയറിൽ വന്ന കുറച്ച് ക്വസ്റ്റിനും കൂടി പരിചയപ്പെട്ട് കഴിഞ്ഞാൽ സെറ്റാണ്. അതിലേതെങ്കിലും ഒന്ന് തന്നെയായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാം കേട്ടോ. സോ നമുക്ക് അത് നോക്കാം. മക്കളെ ഇതാണ് നിങ്ങൾക്ക് കഴിഞ്ഞൊരു പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ നിങ്ങൾക്ക് ഒരു മസ്തിഷ്കം, ഒരു ബ്രെയിനിന്റെ ചിത്രം തരും. എന്നിട്ട് മക്കളോട് പറയും ഇത് എന്ത് ചെയ്യാനും. ചിലപ്പോൾ നിങ്ങളോട് ഇത് അതേമാതിരി റീഡ്രോ എന്ന് പറയും. റീഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ മനസ്സിലാക്കുക, റീഡ്രോ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു മാർക്ക് ഉണ്ട്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 1 മാർക്ക് ഇതായിരിക്കും. ഇനി 5 മാർക്കിൻ്റെതാണ്, ഇടയ്ക്ക് 5 മാർക്കിന് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു തവണയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് 1 മാർക്ക് കിട്ടും. ഓക്കെ, എന്തായാലും ഈ വരയ്ക്കുന്നതിന് മാർക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത്യാവശ്യം വൃത്തിയിൽ വീട്ടിൽ നിന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി വരയ്ക്കാൻ പറ്റുന്നവരാണ് അങ്ങനെ വരയ്ക്കുക. എന്തായാലും നിങ്ങൾക്ക് താഴെ അടയാളപ്പെടുത്താനുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ വരയ്ക്കണം. അല്ലാതെ വേറെ എവിടെയെങ്കിലും അങ്ങാടി കൊണ്ടുപോയിട്ട് അടയാളപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ മക്കളെ ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഓരോ പാർട്ടുകളും കൃത്യമായിട്ട് അറിയല്ലോ. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഈ പുറത്തുള്ളത് ഏതാ സാധനം? ഇതാണ് നമ്മുടെ സെറിബ്രം. അതേപോലെ തന്നെ ഈ സെൻറ്റർ ഭാഗത്ത് നമ്മൾ കാണുന്നതാണ് നമ്മുടെ തലാമസ്, അതിൻ്റെ താഴെ കാണുന്നതാണ് ഹൈപ്പോ തലാമസ്. പിന്നെ ഈ ഒരു ഏരിയയാണ് എന്ത്, നമ്മുടെ മെഡുലോ ബ്ലാങ്കറ്റ. പിന്നെ ഈ ഒരു ഇല പോലെ കാണുന്നതാണ് സെറിബെല്ലം. ഇത് ഓർത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം കഴിഞ്ഞു. പിന്നെ നമുക്ക് ഫംഗ്ഷൻസ് അല്ലേ, താഴെ നിങ്ങൾ കൊടുത്തു നോക്ക് 4 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. മലയാളം മീഡിയത്തിൻ്റെ ചോദ്യം ഞാൻ അതിൻ്റെ കൂടെ വായിച്ചുതരാം. സോ എ ക്വസ്റ്റ്യൻ ഇതാണ്, കൺട്രോൾസ് വോളണ്ടറി ആക്ഷൻ. കണ്ടോ, വോളണ്ടറി എന്ന് പറഞ്ഞാൽ ഐച്ഛിക പ്രവർത്തനം. അപ്പോൾ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക, വോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കണ്ട. വോളണ്ടറി എന്ന് പറഞ്ഞാൽ ഐച്ഛികം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്നല്ലടാ. അപ്പോൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന സാധനം നമ്മൾ ആരുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും വലിയ ആള് സെറിബ്രം. അപ്പോൾ ഒന്നാമത്തെ ആൻസർ ഏതാടാ? സെറിബ്രം അല്ലേ. അപ്പോൾ സെറിബ്രം എന്ന് എഴുതി വെച്ചാൽ നമുക്ക് ഫസ്റ്റ് മാർക്ക് കിട്ടി. പക്ഷേ അങ്ങനെ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം, എ എന്ന് മാർക്ക് ചെയ്യണം. ഓക്കെ, എ എന്ന് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റിൽ എ എന്ന് മാർക്ക് ചെയ്തിട്ട് സെറിബ്രം ഇങ്ങനെ എഴുതും വേണം കേട്ടോ. വെറുതെ എ എന്ന് മാർക്ക് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, ഇത് എഴുതും വേണം. ഇനി അടുത്ത് പാർട്ട് വിച്ച് കൺട്രോൾസ് ബ്രീത്തിങ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നമുക്കറിയാം ഐച്ഛിക പ്രവർത്തനങ്ങൾ വോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സെറിബ്രമാണ്. എന്നാൽ ഇൻവോളണ്ടറി ആക്ഷൻസ് അനൈച്ഛിക പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ആരാടാ? നമ്മുടെ മെഡുലോ ബ്ലാങ്കറ്റ അല്ലേ. ഈ ബ്രീത്തിങ് അതായത് റെസ്പിറേഷൻ, ടെക്സ്റ്റിലെ റെസ്പിറേഷൻ എന്നാ തൊട്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ബ്രീത്തിങ്ങും റെസ്പിറേഷനും ശ്വസനം എന്നാണ് മലയാളം അല്ലേ. അപ്പോൾ ഈ ശ്വസനം അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റിലടാ, അതായത് ഹൃദയസ്പന്ദനം അല്ലേ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്, അനൈച്ഛിക പ്രവർത്തനമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വിചാരിക്കാതെ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ആരാടാ? നമ്മുടെ മെഡുലോ ബ്ലാങ്കറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ പാർട്ട് വിച്ച് കൺട്രോൾസ് ബ്രീത്തിങ്, ശ്വസനത്തെ നിയന്ത്രിക്കുന്ന ഭാഗം എന്ന് ഉദ്ദേശിച്ചത് അറിയാം, മെഡുലോ ബ്ലാങ്കറ്റയാണ്. അപ്പോൾ നമ്മളിവിടെ ബി എന്ന് മാർക്ക് ചെയ്തിട്ട് മെഡുലോ ബ്ലാങ്കറ്റ എന്ന് എഴുതുന്നു. എന്നിട്ട് നമ്മളിവിടെ മെഡുലോ ബ്ലാങ്കറ്റക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ബി എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ആൻസർ ആയി. ഇനി മൂന്നാമത് എന്താ? റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു റിലേ സ്റ്റേഷൻ, ആവേഗങ്ങളുടെ പുനർപ്രസരണ കേന്ദ്രം അല്ലേ. ആവേഗങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഇമ്പൾസസിനെ നിയന്ത്രിച്ചിട്ട് അതിനെ ഫിൽട്ടർ ചെയ്തിട്ട് ആവശ്യമുള്ളത് മാത്രം ഈ മച്ചാന്, സെറിബ്രം മച്ചാന് കൊടുക്കുന്ന ഒരാളില്ലേ, നമ്മുടെ കാവൽക്കാരൻ ആരാടാ? തലാമസ്. അപ്പോൾ നമുക്കിവിടെ തലാമസ് ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ തലാമസ് എവിടെയാണ് നമുക്കറിയാലോ, സെൻറ്ററിലല്ലേ. അപ്പോൾ നമ്മളിവിടെ സി എന്ന് മാർക്ക് ചെയ്യുന്നു, തലാമസ് എഴുതുന്നു, പ്രശ്നം കഴിഞ്ഞു. ഇനി നാലാമത്തെ മക്കൾ ശ്രദ്ധിക്കൂ, പാർട്ട് വിച്ച് മെയിൻ്റനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ്. മക്കൾ ഈ ഹോമിയോസ്റ്റാസിസ് അതായത് ആന്തര സമസ്ഥിതി പരിപാലനം എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, മക്കൾ മനസ്സിലാക്കണം, അത് വേസ്റ്റ് മാനേജ്മെന്റ് അല്ലേ. ശരീരത്തിലെ വേസ്റ്റ് മാനേജ് ചെയ്യുന്ന ഓർഗൻസിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന പരിപാടി, നമ്മൾ ക്ലീനർ എന്ന് നേരത്തെ പറഞ്ഞില്ലേ. സോ അത് ആരുടെ മക്കളെ? ആ ക്ലീനിങ് ജോലികളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആള് ഹൈപ്പോ തലാമസ് അല്ലേ. ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ അടിയിലല്ലേ. അപ്പോൾ നേരെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡി എന്ന് മാർക്ക് ചെയ്യുന്നു, ഇവിടെ ഹൈപ്പോ തലാമസ്. അപ്പോൾ ഹോമിയോസ്റ്റേസിസ്, ഹൈപ്പോ തലാമസ്, ഇതിനൊരു എച്ച് ഉണ്ട്, അതിനൊരു എച്ച് ഉണ്ട് എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലൂ കിട്ടും. അതേപോലെ മലയാളക്കാർ ആന്തര സമസ്ഥിതി പരിപാലനം തന്നെ പഠിച്ചുകൊണ്ടിട്ടാ. ഓക്കെ, അപ്പോൾ മക്കളെ നമ്മുടെ പരിപാടി കഴിഞ്ഞു, ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് 1-2 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വീട്ടിൽ പോകും അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് മക്കളെ? ഇതാ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ചിത്രം വരച്ച 1 മാർക്ക്, പിന്നെ 3 ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് നിങ്ങൾക്ക് മിക്കവാറും നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് എന്താ? കോർഡിനേറ്റ്സ് മസ്കുലർ ആക്ടിവിറ്റീസ്. ഞാൻ നേരത്തെ പറഞ്ഞു മസിൽസ് അല്ലേ, മസ്കുലർ പേശികളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ആൾ. നമുക്ക് പിന്നെ ഒന്നും നോക്കാനില്ല, പേശികൾ അല്ലെങ്കിൽ മസിൽസ് എന്ന് കണ്ട അപ്പം നമ്മൾ പറയണം അത് സെറിബെല്ലമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു മച്ചാനല്ലേ അല്ലേ, നമുക്കറിയാം നമ്മുടെ ഇല പോലുള്ള മച്ചാനാണ് സെറിബെല്ലം. അപ്പോൾ മസിൽസ് സെറിബെല്ലം, അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ സെറിബെല്ലമാണ് നമ്മുടെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എ ഇടുന്നു, സെറിബെല്ലം എന്ന് എഴുതുന്നു, ഇവിടെ എ എന്ന് മാർക്ക് ചെയ്യുന്നു. നിങ്ങൾ ഇങ്ങനെ ലവ് എന്ന് വരയ്ക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് കൺട്രോൾസ് വോളണ്ടറി മൂവ്മെന്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഐച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്, കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല, സെറിബ്രം. അപ്പോൾ നമ്മൾ അതിന് ബി എന്ന് മാർക്ക് ചെയ്യുന്നു, സെറിബ്രം എന്ന് എഴുതുന്നു. ഇനി അടുത്ത് കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്. എന്ത് നോക്കാനല്ലേ? ശ്വസന പ്രവർത്തനങ്ങൾ, അനൈച്ഛിക പ്രവർത്തനങ്ങൾ ഒന്നും നോക്കാനില്ല, മെഡുലോ ബ്ലാങ്കറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ വരയ്ക്കുന്നു, സി മാർക്ക് ചെയ്യുന്നു. ഇത്ര
സിമ്പിൾ, എന്ത് പെട്ടെന്ന് വരടിഞ്ഞാൽ ഇവിടെ മെഡുലോ ഒബ്ലോങ്കേറ്റ എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞു, അനൈച്ഛിക പ്രവർത്തനങ്ങൾ അല്ലേ. അപ്പോൾ ഇത്ര സിമ്പിളാണ്, പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇനി മാർക്കൊന്നും കൊണ്ടുപോയിട്ട് കളയരുത്, കളഞ്ഞിട്ട് വെറുതെ മാനുസാറെ പറയിപ്പിക്കരുത്. മക്കളെ ഒരു വെറൈറ്റി ക്വസ്റ്റൻ ആണ്, ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ്, അത് റീഡ്രോ ചെയ്യാൻ പറഞ്ഞു. റീഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടും, അതാണ് ചിത്രം വരയ്ക്കുന്നതിന് തന്നെ പറഞ്ഞിട്ട് ഒരു മാർക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് ബാക്കി 3 മാർക്കുകൾക്ക് 3 ക്വസ്റ്റൻ ആണ്. ഒന്ന്, പാർട്ട് ദാറ്റ് കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ്, അതിലത്ര പുതുമൊന്നുമില്ല. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ മച്ചാന്. ആരാ? നമ്മുടെ മെഡുലോ ഒബ്ലോങ്കേറ്റ അല്ലേ. ഇതൊന്നും പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നാമത്തേന് ഉത്തരം കിട്ടി. രണ്ടാമത്തെ, പാർട്ട് ദാറ്റ് ഇവോക്ക് സെൻസേഷൻ. ഇവോക്ക് സെൻസേഷൻ അതായത് ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന ഭാഗം. നമുക്ക് നമ്മൾ പറഞ്ഞു കാഴ്ച, കേൾവി ഇങ്ങനെയൊക്കെയുള്ള സെൻസേഷൻ കിട്ടുന്നത് അത് ബുദ്ധിയും ഓർമ്മയും ഒക്കെ അതുമായി ബന്ധപ്പെട്ടല്ലേ. ആരാ? സെറിബ്രം അല്ലേ, ഏറ്റവും വലുത് സെറിബ്രം. അപ്പം നമ്മൾ സെറിബ്രമാണ് കാഴ്ച, കേൾവിയും ബുദ്ധിയും എല്ലാ സാധനവും മൂപ്പരുടെ അടുത്താണ്, ഓർമ്മശക്തി ഒക്കെ മൂപ്പരുടെ അടുത്താന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് അതിന് അത്ര വലിപ്പം അല്ലേ. ഓക്കെ, ഇനി കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. മൂന്നാമത്താണ് മക്കളെ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു വെറൈറ്റി, പാർട്ട് ദാറ്റ് റിസീവ് സിമ്പൾസസ് ഫ്രം വെസ്റ്റിബുലാർ നെർവ്, അതായത് വെസ്റ്റിബുലാർ നാഡിയിൽ നിന്ന് സന്ദേശം സ്വീകരിക്കുന്ന ഭാഗം. അപ്പൊ മക്കളെ നിങ്ങൾ ഒരു ഇത്തിരി കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവില്ലേ, കാരണം ഈ വെസ്റ്റിബുലാർ നെർവ് അതായത് വെസ്റ്റിബുലാർ നാഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം നിങ്ങൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലല്ലോ. പക്ഷെ മക്കൾ ഇത് കേട്ടിട്ടുണ്ട്. എവിടെയാണ് മക്കളെ? സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ചെവി അല്ലെ, ഇന്ദ്രിയാനുഭവമായിട്ടുള്ള കേൾവിയുടെ അനുഭവം പഠിക്കുന്ന സമയത്ത് മക്കൾ ഇത് കേട്ടിട്ടുണ്ടാവും. കാരണം ചെവിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ വെസ്റ്റിബുലാർ നെർവ് അല്ലെങ്കിൽ വെസ്റ്റിബുലാർ നാഡി അല്ലേ. കാരണം നമുക്കറിയാം ചെവിയിൽ 2 നെർവുകൾ, 2 തരം നാഡികളുള്ളത്. ഒന്ന് ഓഡിറ്ററി അല്ലേ, നമുക്ക് കേൾക്കാനുള്ള ഓഡിറ്ററി നെർവ് ഉണ്ട്, അതേപോലെ തന്നെ മറ്റൊന്ന് വെസ്റ്റിബുലാർ നെർവ് ഉണ്ട്. ഓഡിറ്ററി നെർവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് നമ്മുടെ കേൾവിയുടെ ആ ഒരു അനുഭവങ്ങൾ അല്ലെങ്കിൽ ആവേഗങ്ങളെ നേരെ എവിടേക്ക് എത്തിക്കുക? കാഴ്ച, കേൾവി തുടങ്ങിയിട്ടുള്ള ഇന്ദ്രിയങ്ങളെ എവിടേക്കാണ് പോകുന്നത്? നേരെ നമ്മുടെ സെറിബ്രത്തിലേക്കല്ലേ. സെറിബ്രത്തിലേക്ക് എത്തിക്കാനുള്ള സാധനമാണ് നമ്മുടെ ശ്രവണ നാഡി അല്ലെങ്കിൽ ഓഡിറ്ററി നെർവ്. എന്നാൽ മക്കളെ ഈ വെസ്റ്റിബുലാർ നാഡി അല്ലെങ്കിൽ വെസ്റ്റിബുലാർ നെർവ് എന്ന് പറഞ്ഞാൽ വേറൊരു സാധനത്തിനാണ്. കാരണം ഈ ചെവിക്ക് എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നുള്ള ഫംഗ്ഷൻ മാത്രമല്ല. ചെവി നമ്മൾ വിചാരിക്കും ചെവി അടച്ചു വെച്ചാൽ ഒരു കുഴപ്പമില്ല, കേൾക്കണം പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, ചെവി അടക്കൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ താഴ്ത്ത് വീഴും ചെയ്യും. കാരണം എന്താ അറിയോ, ഈ ചെവിക്ക് വേറൊരു ഫംഗ്ഷനും കൂടിയുണ്ട്. ചെവിയാണ് നമ്മുടെ ബോഡിയുടെ ബാലൻസിൽ നിയന്ത്രിക്കുന്ന മറ്റൊരു ഘടകം അല്ലേ. അപ്പോൾ നമ്മുടെ ബോഡി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാലൻസോടെ പോകണമെങ്കിൽ ആര് വേണം? ചെവി വേണം അല്ലേ. അപ്പോൾ ആ ബാലൻസിങ്ങിന് ചെവി നിയന്ത്രിക്കുന്ന എല്ലാ ബോഡിയും കൺട്രോളുകളും ചെവി എന്ത് ചെയ്യും? ഈ ഒരു വെസ്റ്റിബുലാർ നെർവ് അല്ലെങ്കിൽ വെസ്റ്റിബുലാർ നാഡി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നെർവിലൂടെ എന്ത് ചെയ്യും? ആ ആവേഗങ്ങളെ നേരെ നമ്മുടെ ബ്രെയിനിലേക്ക് അയക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രെയിനിൽ എല്ലാ ബാലൻസും കൺട്രോൾ ചെയ്യുന്ന പാർട്ടില്ലേ, ആരാണ് ആ മെയിൻ ആൾ? എല്ലാത്തരം ബോഡി ബാലൻസിനെ നിയന്ത്രിക്കുന്നത് സെറിബെല്ലല്ലടാ, സെറിബെല്ലല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ വെസ്റ്റിബുലാർ നാഡി നേരെ ഈ ചെവിയിൽ നിന്ന് കിട്ടുന്ന ആവയങ്ങളെ, ഇമ്പൾസുകളെ എവിടേക്കാണ് എത്തിക്കുക? നേരെ സെറിബെല്ലത്തിലേക്കല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ? വെസ്റ്റിബുലാർ നാഡിയിൽ നിന്ന് സന്ദേശം സ്വീകരിക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ സെറിബെല്ലാണ്. ഇത്ര മനസ്സിലാക്കിയത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ. വെസ്റ്റിബുലാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ നെർവ് നാഡി നമ്മുടെ ചെവിയിൽ നിന്നാണ് വരുന്നത്. ചെവിക്ക് ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട്, അത് ബാലൻസിങ്, അതായത് നമ്മുടെ ബോഡി ബാലൻസിങ് ആണ്. അപ്പോൾ ചെവി കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ നേരെ എത്തിക്കുന്ന നെർവാണ് ഏത്? വെസ്റ്റിബുലാർ നെർവ് അല്ലെങ്കിൽ വെസ്റ്റിബുലാർ നാഡി. അത് എത്തിച്ചിട്ട് ആ ഒരു ബോഡി ബാലൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പാർട്ട് നമ്മുടെ സെറിബെല്ലമാണ്. അപ്പോൾ സെറിബെല്ലത്തിലേക്കാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കിയാൽ നമ്മുടെ പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ആൻസർ സെറിബെല്ലമാണ്. അപ്പോൾ വെസ്റ്റിബുലാർ സെറിബെല്ലം അത്ര ഓർത്തിച്ചാൽ മതി, കൂടുതലൊന്നും ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ സി എന്ന് മാർക്ക് ചെയ്യുക, ഇവിടെ സെറിബെല്ലം എന്ന് എഴുതിയാൽ നമ്മുടെ ആൻസർ ആയി. ഓക്കെ മക്കളെ, സെറ്റ് അല്ലേ? ഇനി മക്കളെ ബ്രെയിനിലെ അടുത്ത ക്വസ്റ്റൻ ആണ് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം. 2 ക്വസ്റ്റൻ ഉണ്ട്, പെട്ടെന്ന് വായിച്ചുതരാം. ഒന്നാമത്തെ ഇപ്പോൾ നമ്മളോട് ലേബൽ വരയ്ക്കാൻ പറഞ്ഞു. അതിനുശേഷം മെയിൻറ്റെയിൻസ് ദ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി, ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ, ഇക്വിലിബ്രിയം ബാലൻസിങ് നിയന്ത്രിക്കുന്നത്. ഒന്നും നോക്കാനില്ല, നമ്മുടെ സെറിബെല്ലം അല്ലേ. അപ്പോൾ ഇക്വിലിബ്രിയം അല്ലെ ബാലൻസിങ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എ ആണ് കേട്ടോ. സെറിബെല്ലം എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതാണ്, അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് തുലന നില കേട്ടോ, തുലന നില ബാലൻസിങ്. ഇനി അടുത്ത് കൺട്രോൾസ് വോളണ്ടറി മൂവ്മെന്റ്സ്, വോളണ്ടറി അല്ലെങ്കിൽ ഐച്ഛികം എന്ന് കണ്ടാൽ പിന്നെ വേറെ നോക്കാനില്ല, സെറിബ്രം. ഓക്കെ, എല്ലാത്തിലും ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. മൂന്നാമത്തത് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ. റിലേ സ്റ്റേഷൻ അതായത് നമ്മുടെ ആവയങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം എന്ന് കേട്ടാൽ പിന്നെ മക്കൾ വേറെ ഒന്നും നോക്കരുത്. നമ്മുടെ ആരെ നോക്കണം? നമ്മുടെ സെക്യൂരിറ്റി ഗാർഡിനെ നോക്കണം. ആരാ ആള്? നമ്മുടെ തലാമസ്, സെൻട്രലിലേക്ക് കണ്ടു കൊടുക്കുക അല്ലെ, തലാമസ്. ഇതാണ് നമ്മുടെ സി ക്വസ്റ്റ്യൻ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. നോക്ക്, എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തിന്റെ പേര്, ധർമ്മം എന്നിവ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നമ്മളോട് നോക്കിയാൽ ഇവിടെ എക്സ് എന്നൊരു സ്ഥലം അടയാളപ്പെടുത്തിയില്ല, ഇവിടെ മേലെയാണ് അടയാളപ്പെടുത്തിയത്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ ഒരു ഏരിയയിൽ എവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെയാണ് ശരിക്കും നമ്മുടെ മെയിൻ ആള്. പക്ഷേ അത് ഈ ഏരിയയിൽ എവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പുട്ടുംകുറ്റി ഭാഗത്തുള്ള എവിടെ അടയാളപ്പെടുത്തിയാലും മക്കൾ മനസ്സിലാക്കണം അത് മെഡുലോ ഒബ്ലോങ്കേറ്റയാണ് അല്ലേ. മെഡുലോ ഒബ്ലോങ്കേറ്റയുടെ ഫംഗ്ഷൻ നമുക്കറിയാലോ. എക്സ് എന്ന സ്ഥലം മാത്രം ഏതാന്ന് കണ്ടുപിടിച്ചാൽ പോരാ, അതിന്റെ ധർമ്മം കൂടി, ഫംഗ്ഷനും കൂടി ഏതാ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെഡുലോ ഒബ്ലോങ്കേറ്റയുടെ ധർമ്മം എന്താണ് മക്കളെ? അനൈച്ഛിക പ്രവർത്തനങ്ങൾ, അതായത് നമ്മുടെ ഇൻവോളണ്ടറി ആക്ഷൻസ് ആയിട്ടുള്ള ബ്രീത്തിങ്, അതേപോലെ തന്നെ ഹാർട്ട് ബീറ്റ് തുടങ്ങിയവയെ കൺട്രോൾ ചെയ്യല്ലേ, ഹൃദയസ്പന്ദനം, അതേപോലെ തന്നെ ശ്വസനം എന്നിവയെ കൺട്രോൾ ചെയ്യല്ലേ. ആ സാധനം എഴുതി കഴിഞ്ഞാൽ മക്കൾക്ക് അടുത്ത മാർക്കും കിട്ടി. 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്. ഇങ്ങനെയും ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ മക്കൾ ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. മക്കളെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് ഇതും, ഒരു
പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. ഇതിങ്ങനൊന്നും വരില്ല എന്ന് വിചാരിക്കുന്നു. ഇനി അഥവാ വരികയാണെങ്കിൽ മക്കൾ എഴുതാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നിട്ടുണ്ട്. താഴെ നിങ്ങൾക്ക് ബോക്സിൽ കുറച്ച് പ്രത്യേകതകളും തന്നിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ ആദ്യത്തേൽ നമുക്ക് നോക്കാം. 2 ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ആരുടെ ഫംഗ്ഷൻ ആണ് നമുക്ക് നോക്കണം. അപ്പോൾ ഒരു ഫംഗ്ഷൻ നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കിട്ടും. ഇവിടെ നോക്കിയാൽ പേശി, അതായത് നമ്മുടെ മസ്കുലാർ എന്ന് തന്നിട്ടുണ്ട്. അപ്പം തന്നെ നമുക്കറിയാം മസിൽസിലെ, അതായത് പേശി പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്ന മസ്കുലാർ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ആരാടാ? സെറിബെല്ലം അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ആൻസർ ഏതാ? സെറിബെല്ലം. അപ്പോൾ ഇവിടെ സെറിബെല്ലം ഉണ്ടല്ലോ അല്ലേ. ഈ സെറിബെല്ലത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കൊണ്ടുപോയിട്ട് എഴുതുന്നു സെറിബെല്ലം അല്ലേ. അപ്പോൾ സെറിബെല്ലം എന്ന് എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റത്തെ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് നോക്കാം. അപ്പോൾ സെറിബെല്ലത്തിന്റെ വേറൊരു ഫംഗ്ഷനും കൂടി ഇല്ലേ? നമ്മൾ പറഞ്ഞെന്താ? ബാലൻസിങ്, ഇക്വിലിബ്രിയം അല്ലേ, തുലനനില പാലിക്കുക. അത് ഇതിലുണ്ടോ നോക്കുക. സോ നോക്കി, ശരീരത്തിന്റെ എവിടെ പോയി ഇതാ ശരീര തുലനനില പാലിക്കുന്നു. കണ്ടോ? മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം. അപ്പോൾ നമുക്ക് രണ്ടാമത്തവും കിട്ടി. അത് നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് എഴുതിയാൽ മതി അല്ലേ. ഇനി നമ്മൾ അടുത്തെന്താ? സെറിബ്രം തന്നിട്ടുണ്ട്. സെറിബ്രത്തിന്റെ 2 ഫംഗ്ഷൻ നമ്മൾ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ സെറിബ്രത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം, സെറിബ്രത്തിന്റെ ഒരു ഫംഗ്ഷൻ തന്നെ ബുദ്ധി, ഓർമ്മ, അങ്ങനെയൊക്കെയുള്ള മെമ്മറി കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക. പിന്നെ സെൻസറി ഓർഗൻസിൽ, അതായത് നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങൾ നമുക്ക് നൽകുക. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളില്ലേ. അങ്ങനെ എന്തെങ്കിലും ഇതിലുണ്ടോ നോക്ക്. ഇതാ ഇന്ദ്രിയാനുഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അത് ഇവിടെ എഴുതുന്നു. അടുത്ത് ചിന്താ, ബുദ്ധി, ഓർമ്മ അല്ലേ. ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വരികയാണെങ്കിൽ ഇവോക്ക് സെൻസേഷൻ ഉണ്ട്. അതേപോലെ തന്നെ സെന്റർ ഓഫ് തോട്ട്, ഇന്റലിജൻസ്, മെമ്മറി, ഇങ്ങനെയുള്ള സാധനമുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 2 ബോക്സിലായിട്ട് എഴുതുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ ബോക്സിൽ ഇടാം. മൂന്നാമത്തെ ബോക്സിൽ ഇവിടെ ആവേഗ പുനഃപ്രസരണ കേന്ദ്രം, അതായത് റിലേ സ്റ്റേഷൻ എന്നുണ്ട്. റിലേ സ്റ്റേഷൻ എന്ന് കണ്ട അപ്പം നമുക്കറിയാം അത് തലാമസ് അല്ലേ. അപ്പോൾ കൂട്ടത്തിൽ തലാമസ് ഉണ്ടോക്കാ. അതാ തല അവിടെ കിടക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ തലാമസ് എഴുതുന്നു. ഇവിടെ തലാമസ് എഴുതുന്നു, ഇവിടെയും തലാമസ് എഴുതുന്നു ഇംഗ്ലീഷ് മീഡിയത്തിന് കേട്ടോ. ഇനി തലാമസിന്റെ ഒരു ഫംഗ്ഷൻ അതൊന്ന് റിലേ സ്റ്റേഷൻ. അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷൻ ഇനിയിപ്പോൾ നോക്കാനില്ല, ബാക്കിയുണ്ട്. ഇത് അവിടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അവയവങ്ങളെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു. നമുക്കറിയാം അവയവങ്ങളും എത്തേണ്ടത് എവിടേക്കാണ്? നമ്മുടെ സെറിബ്രത്തിലേക്കാണ്. അപ്പോൾ സെറിബ്രത്തിലേക്കുള്ള അവയവങ്ങളെ നിയന്ത്രിച്ചിട്ട് ആവശ്യമുള്ള മാത്രം അയക്കുന്ന പണിയാണല്ലോ തലാമസിനുള്ളത്. അതാണ് റിലേ സ്റ്റേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ അവയവങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളെ മാത്രം എവിടേക്ക് അയക്കുക? സെറിബ്രത്തിലേക്ക് അയക്കുന്നു. അതും കൂടി ഇവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൂ. സെറ്റല്ലേ? ഇനി ബ്രെയിനിൽ നിന്ന് വരുന്ന ഒരു മാർക്ക് പോലും മക്കൾ കളയരുത് കേട്ടോ. വെറുതെ മേനോ സാറിന്റെ പേര് ചീത്താക്കരുത്. അപ്പോൾ മക്കളെ ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 100% വരാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് നമ്മൾ ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.